മൊബൈലിൽ എല്ലാം വിൽത്തുമ്പിലുള്ള കാലമാണ് ഈ പുതിയ കാലം. എന്നിട്ടും അക്ഷമരായി പോളിംഗ് ബൂത്തിന് മുമ്പിൽ നിരനിരയായി നിന്ന ജനങ്ങളുടെ നിശബ്ദത. അവർ അവരുടെ ശരീരത്തെ പാകപ്പെടുത്തിയിരിക്കുന്നു എല്ലാ തോന്യാസങ്ങളും ഉൾക്കൊള്ളാൻ. ഇലക്ഷൻ കഴിഞ്ഞു. ഇനി നിങ്ങൾ നോക്കിക്കോളൂ. ഇപ്പോൾ തന്നെ വില കയറ്റം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് ജനങ്ങൾ. ഇനിയും വില കയറും. കാരണം അവരുടെ കൈകളിൽ അവരുടെ കാര്യങ്ങൾ ഭദ്രമായി. പുരാതനമായ വോട്ടിംഗ് യന്ത്രം, അതിപുരാതനരായ ഉദ്യോഗസ്ഥർ, 16-ാം നൂറ്റാണ്ടിലെ പഴഞ്ചൻ സമ്പ്രദായങ്ങൾ. കമ്പ്യൂട്ടറും മൊബൈലും കൊണ്ട് കളിക്കുന്ന ചെറിയ കുട്ടികൾ ഉണ്ട് ഈ കാലഘട്ടത്തിൽ. അവരെ ഇരുത്തിയാൽ ഈ പുരാതന വോട്ടിംഗ് യന്ത്രം അല്പം വേഗത്തിലാക്കുവാൻ ഒരുപക്ഷെ അവർക്ക് കഴിയുമായിരുന്നു. അവർക്ക് കീബോർഡിൽ തപ്പി തടയേണ്ട ആവശ്യം ഉണ്ടാകുമായിരുന്നില്ല. മൗസ് അവർ അവരുടെ കൈകളിലെ ഒരു കളിപ്പാട്ടമാക്കുമായിരുന്നു. ഒരു പോളിംഗ് ബൂത്തിൽ ഒരു മെഷീൻ മാത്രം. രോഗികൾക്കും പ്രായമായവർക്കും പ്രത്യേക സെക്ഷൻ ഇല്ല. ചില സ്ഥലങ്ങളിൽ രാത്രി 12 മണി വരെ പോളിംഗ് നടന്നു. രാവിലെ 7 മണിക്ക് തുടങ്ങേണ്ട വോട്ടിംഗ് 7:00 തുടങ്ങി. ചോദ്യം ചെയ്തപ്പോൾ ഒരു ചിരി മാത്രം. ഒരു ഗവൺമെന്റ് ഓഫീസിൽ നിങ്ങൾ പോയി നോക്കൂ. അവരുടെ സമയം 5 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര കേണപേക്ഷിച്ചാലും ഒരു ദയവും ഇല്ലാത്തവരാണ് ഈ ഉദ്യോഗസ്ഥന്മാർ. എബ്രഹാം ലിങ്കൻ എഴുതിയ ജനാധിപത്യത്തിൽ റഫറണ്ടം അതായത് ജനഹിത പരിശോധന, റീകോൾ. ജനഹിത പരിശോധനയിൽ ജനങ്ങൾക്ക് തെറ്റ് ചെയ്യുന്നവരെ തിരിച്ചു വിളിക്കാം. ആ സമ്പ്രദായം നമുക്ക് ഇല്ലാത്തതുകൊണ്ട് അഴിമതി കാണിച്ചാൽ ഇവരെ 5 കൊല്ലം സഹിക്കണം. ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ആ സമ്പ്രദായം. ഓർക്കണം, അതും ജനാധിപത്യ രാജ്യങ്ങളാണ്. അവിടെ ആ സമ്പ്രദായങ്ങൾ ഇപ്പോഴും നടപ്പിലാക്കുന്നു. കാരണം വിവരമുള്ള ജനങ്ങളാണ് അവിടെ ഉള്ളത്. കേരളം ഒരു മാറ്റത്തിനു വേണ്ടി കൊതിക്കുന്നില്ല, ഒരു പുരോഗമനത്തിന് വേണ്ടി ശബ്ദിക്കുന്നില്ല, ആദർശം മുറുകെ പിടിക്കുന്നില്ല. പാർട്ടി എന്ന മൂന്നക്ഷരത്തിന് പിറകിൽ ഇന്നും വാലാട്ടി നടക്കുന്ന വെറും വിധേയർ മാത്രം. കാലം മാറിയത് അവർ അറിയുന്നില്ല. നല്ലത് ചെയ്യുന്നവർക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച നാട്ട് നന്മയുടെ വിളനിലമാക്കാൻ അവർക്കറിയില്ല. നന്മകൾ ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രം അവരുടെ വിലപ്പെട്ട വോട്ട് രേഖപ്പെടുത്തുന്നു. ജനഹിത പരിശോധനയും തിരിച്ചു വിളിക്കലും ഉണ്ടായിരുന്നുവെങ്കിൽ അധികാരത്തിന്റെ താക്കോൽ നമ്മളുടെ കൈകളിൽ ആക്കുമായിരുന്നു. നമ്മുടെ കുതിരകളുടെ കടിഞ്ഞാൺ നമ്മളുടെ കൈകളിൽ ഭദ്രമാകുമായിരുന്നു. എങ്കിൽ മാത്രമേ ജനാധിപത്യം എന്ന പ്രക്രിയ പൂർണ്ണമാകുന്നുള്ളൂ. വോട്ട് ചെയ്യുന്ന നമ്മളുടെ കണ്ണുകളിൽ മാത്രമാണ് അധികാരം എന്ന ബ്രഹ്മാസ്ത്രം കുടിയിരിക്കുന്നത്. ഓർക്കുക, ഓർത്താൽ നന്ന്. കൈവിട്ട ആയുധവും വാവിട്ട വാക്കും ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയില്ല. കോടതിയിൽ നിന്ന് ഇറങ്ങി ഇനി വക്കീലിന് വാദിക്കാനുള്ള സ്ഥലം അങ്ങ് പീഡിക വരാന്തകളും പുഴകളുടെ ശാന്ത തീരങ്ങളും മാത്രമാണ്.